ആദ്യം ടെസ്റ്റ് ചെയ്യുമ്പോൾ ശുക്ലത്തിലെ ബീജത്തിന്റെ അളവ് കൃത്യമായിട്ടുണ്ട്. എന്നാൽ പിന്നീട് ടെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബീജങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. പല കപ്പിൾസും കുട്ടികളാവാൻ വൈകുന്ന സാഹചര്യങ്ങളിൽ അവർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെമൻ അനാലിസിസ് ചെയ്യുകയും സെമനിൽ പ്രത്യേകിച്ച് ബീജങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് കാണുകയും ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതിരിക്കുകയും ചെയ്യാം. എന്നാൽ ക്രമേണ കുട്ടികളാവാതിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ സെമൻ അനാലിസിസിൽ ബീജങ്ങളിലെ ഗണ്യമായിട്ടുള്ള കുറവ് അല്ലെങ്കിൽ ബീജങ്ങൾ ഒട്ടുമില്ലാത്ത അവസ്ഥ കണ്ടുവരാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പുരുഷന്മാരിലെ ബീജങ്ങളുടെ ഉൽപാദനം നടക്കുന്നത് അവരുടെ പ്രശ്നങ്ങളിലാണ്. പ്രശ്നത്തിന്റെ ആരോഗ്യം കൃത്യമായിട്ട് നിലനിന്നിട്ടില്ലെങ്കിൽ അവരില് ബീജങ്ങളുടെ എണ്ണം കുറയുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇത് അസോസ്പെർമിയ പോലെയുള്ള കണ്ടീഷനിലേക്ക് നീങ്ങാനുള്ള സാധ്യത. ആദ്യത്തെ ടെസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലും ഈ ഒരു പത്തോളജി അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ആ പ്രശ്നങ്ങൾക്ക് ഉണ്ടെങ്കിലും അതിന്റെ തീവ്രത നിങ്ങൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറവായിരിക്കും. എന്നാൽ സമയം ചെല്ലുന്നതിനനുസരിച്ചും പ്രായം കൂടുന്നതിനനുസരിച്ചും അതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ തുടരുന്നതിനനുസരിച്ചും പ്രശ്നങ്ങളുടെ ആരോഗ്യം കുറയുകയും പ്രശ്നങ്ങളുടെ ഫംഗ്ഷൻസ് കൃത്യമായിട്ട് നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്ന കണ്ടീഷനാണ് വെരിക്കോസിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത രീതിയും ഇതിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. സ്ട്രെസ് കൂടുതലുള്ള പുരുഷന്മാര്, അതുപോലെ പുകവലി, മദ്യപാനം, ജങ്ക് ഫുഡിന്റെ ഉപയോഗം കൂടുതലുള്ള പുരുഷന്മാര്, ഇവർക്കൊക്കെ ഇതേ ഒരു കണ്ടീഷൻസ് കണ്ടുവരാറുണ്ട്. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം മിതമായിട്ടുള്ള ചൂടേറിയ സാഹചര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കാലാവസ്ഥകളിൽ നിന്നും മാറി നിൽക്കുക. ആന്റി ഓക്സിഡന്റ്സും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക. 6 മുതൽ 8 മണിക്കൂറെങ്കിലും ദിവസവും ഉറങ്ങാൻ ശ്രമിക്കുക.